ഡിഫറന്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. സംസ്ഥാന സർക്കാർ ഭിന്നശേഷിക്കാരോട് കടുത്ത അവഗണനയാണ് തുടരുന്നതെന്ന് സംഗമം ആരോപിച്ചു. മാനാഞ്ചിറ സ്ക്വയർ പരിസരത്താണ് പരിപാടി നടന്നത്. ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുതുകാട് വളയത്ത് ജോസഫിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ചും ഇടതുപക്ഷ സർക്കാരിന്റെ ഭിന്നശേഷിക്കാരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുമാണ് പ്രതിഷേധ പരിപാടികൾ നടത്തിയത്. എല്ലാ മേഖലകളിലും ക്രൂരതയാണ് സർക്കാർ ഭിന്നശേഷിക്കാരോട് കാണിക്കുന്നതെന്നും ഇത്തരം ആത്മഹത്യ ഉണ്ടാവാതിരിക്കാനാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം.എ. റസാഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് സർക്കാരിൻ്റെ വികലമായ നയത്തിൻ്റെ ഭാഗമാണ്. പെൻഷൻ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് കൊടുക്കേണ്ടത് അതൊരു അവകാശമാണ്, അതൊരു ആനുകൂല്യമല്ല, അവകാശമാണ്. ഇവർക്ക് അനുവദിക്കപ്പെട്ട അർഹതപ്പെട്ട പെൻഷൻ പിടിച്ചു വെക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ്റിന് ബന്ധപ്പെട്ട ആളുകൾ നടത്തുന്ന അഴിമതിയും ധൂർത്തും ആർഭാടമായ അവരുടെ ജീവിതവും നമ്മൾ കാണുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിനൊന്നും ഒരു പഞ്ഞവുമില്ലല്ലോ. എല്ലാ കാര്യങ്ങൾക്കും അത്തരം കാര്യങ്ങൾക്ക് പണം കണ്ടെത്തുന്നവർ രാജ്യത്തെ സർക്കാർ അതുപോലെ തന്നെ സർവീസ് സംഘടനകളുടെ നമ്മുടെ ആളുകളുടെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരുടെ ആനുകൂല്യങ്ങൾ തടയുന്നു, ക്ഷേമ പെൻഷനുകൾ നൽകാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് വേണ്ട എങ്ങനെയൊക്കെ ഈ രാജ്യത്ത് പാവപ്പെട്ടവരെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തി വിജയിച്ച ഒരു ഗവൺമെൻറ് ലോകത്തുണ്ടെങ്കിൽ അത് കേരളത്തിലെ പിണറായി ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് ജനങ്ങളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ റെക്കോർഡ് ലഭിച്ചിരിക്കുക. ജനങ്ങൾ എങ്ങനെ ദ്രോഹിക്കാമെന്നാണ് മറിയക്കുട്ടിമാർ പിച്ചച്ചട്ടിയുമായി നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നു. ജോസഫ് പാപ്പച്ചമാർ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഒരു മെസ്സേജ് നൽകുന്നു. വരാനിരിക്കുന്ന ആളുകൾക്ക് തന്നെയെങ്കിലും ബാധിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിരിക്കുക. സംസ്ഥാന പ്രസിഡന്റ് ബഷീർ മമ്പുറം അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കുഞ്ഞബ്ദുള്ള, മൊയ്തീൻ കോയ, സുനീർ വാവാട്, കബീർ കുന്നമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമ പെൻഷൻ എന്നതിൽ നിന്നും ഭിന്നശേഷി പെൻഷൻ മാറ്റി ഭിന്നശേഷി പെൻഷനായി എല്ലാ ക്ഷേമ പെൻഷനിൽ നിന്നും 25% കൂട്ടി ഭിന്നശേഷിക്കാർക്ക് വിതരണം ചെയ്യണമെന്ന് സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.